ഇത്ര രുചികരമായിട്ടുള്ള തക്കാളി ചോറ് കഴിച്ചിട്ടുണ്ടാവേയില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള തക്കാളി ചോറ് എങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചു കൊണ്ടുവന്ന തക്കാളിയുടെ ജ്യൂസ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കടായി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് 1.5 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1.5 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വരണം, മുന്തിരി നല്ലതുപോലെ വീർത്ത് വരണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്ത് മാറ്റാം. ഇതേ ഓയിലേക്ക് തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പൊടിയായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളിയും അതുപോലെ തന്നെ പട്ട, കരയാമ്പ്, ഏലയ്ക്ക, ബേ ലീവ്സ് ഇതൊക്കെ നമുക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. നല്ലതുപോലെ മൊരിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇപ്പോൾ അതേ സവാളയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിലിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടി മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പായി പോയിട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയാണ്. മസാലപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി മസാലകളെല്ലാം നല്ലതുപോലെ മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ ജ്യൂസ് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ജ്യൂസ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൂട്ടി ഈ ജ്യൂസ് നല്ലതുപോലെ, അതായത് തക്കാളിയുടെ ഈ ജ്യൂസ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇതിൻ്റെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് റെഡായി വരണം. അത്ര നേരം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് റൈസ് ഇട്ടതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇത് നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നല്ലതുപോലെ തിളച്ച് വന്നാൽ നമുക്ക് കഴുകിയാരി വെച്ചിരിക്കുന്ന ജീരകശാല റൈസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് റൈസ് അരമണിക്കൂർ നേരം കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കത് കുതിർത്തിയ റൈസ് വെള്ളം കളഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പം ഇത് ആദ്യം നമുക്കിത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സായി വന്നാൽ നമുക്കിതിലേക്ക് അരി വേകാൻ ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലായി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും അതുപോലെ തന്നെ റെസിൻസും ഒക്കെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് റൈസ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തിളക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. റൈസ് വേകുന്ന സമയം കൊണ്ട് നമുക്കിതിനെ ആവശ്യമായിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, അതുപോലെ തന്നെ 2 പച്ചമുളക്, ചെറിയ 2-3 കഷ്ണം വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത് ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ സവാള നമുക്ക് വാടി വരണം. അപ്പം നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ റൈസ് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. വാവ്, റൈസൊക്കെ നല്ലതുപോലെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. നമുക്കിനി ഇതൊന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ അത് റൈസൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലപോലെ മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ഈ പച്ചമണമൊക്കെ ഒന്ന് നല്ലപോലെ മാറി വരണം. മസാലകളൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് തക്കാളി റൈസാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കറിക്കും ചെറിയൊരു പുളിയും ഒക്കെ ആയിട്ട് ഒരു കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം ഇതിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഗരം മസാലയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം. ഈസി ആയിട്ടുള്ള തക്കാളി ചോറും മുട്ടക്കറിയും. അപ്പോൾ ഇതുപോലെ റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.